ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ സുവിശേഷ പ്രഘോഷണത്താൽ ഞങ്ങളുടെ രാജ്യത്ത് അനേകം ജനങ്ങളെ അങ്ങേക്ക് വേണ്ടി അങ്ങ് നേടിയല്ലോ. അതേ വിശ്വാസ തീക്ഷ്ണതയാൽ വിശ്വാസിയുടെ മാനസങ്ങൾ ഉജ്ജ്വലിക്കാനും തിരുസഭ എല്ലായിടത്തും നിരവധി സന്തതികളാൽ ആനന്ദിക്കാനും അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. യൂദയായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ യെശയ്യായ്ക്കുണ്ടായ അരുളപ്പാട്. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും. അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധി കർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയും ആയി അടിച്ച് രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. യാക്കോബിൻ്റെ ഭവനമേ, വരുക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണു ജെറുസലേം. സന്തോഷത്തോടെ പോകാം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. ജെറുസലേമിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ.
സന്തോഷത്തോടെ പോകാം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. എന്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു. നിനക്കു സമാധാനം. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നോഹയുടെ ദിവസങ്ങളിലേതുപോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്യിച്ചും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സർവരെയും സംഹരിക്കുന്നതുവരെ അവർ ഒന്നും അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ ഉപേക്ഷിക്കപ്പെടും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതിനാൽ ഇത് നിങ്ങൾ അറിയുവിൻ,
കള്ളൻ രാത്രിയുടെ ഏത് യാമത്തിൽ വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും ഭവനഭേദനം ചെയ്യുവാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഖ്യകാർമ്മികൻ പരിബഹുമാനപ്പെട്ട വത്സലൻ ജോസച്ച, സ്നേഹം നിറഞ്ഞ ജിബിൻ രാജച്ച, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, ഏവർക്കും ആദ്യമേ തന്നെ ഇടവക തിരുനാളിൻ്റെയും അതോടൊപ്പം തന്നെ ഒരു പുതുവത്സരത്തിൻ്റെയും ആഗമനകാലത്തിൻ്റെയും അനുഗ്രഹങ്ങളാ ഏറ്റവും സ്നേഹപൂർവം ആദ്യമേ തന്നെ നേരുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തിരുനാൾ ദിനത്തിൽ ഒരു പുതുവത്സരത്തിൻ്റെ ആശംസ അച്ഛൻ നേർന്നതിൻ്റെ കാരണം എന്തുകൊണ്ടായിരിക്കും? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടവരാണ് നിങ്ങൾ. എന്തുകൊണ്ടാണ് തിരുനാളിൻ്റെയും ആഗമനകാലത്തിൻ്റെയും ആശംസകളോടൊപ്പം ഒരു പുതുവത്സരത്തിൻ്റെ ആശംസ കൂടി നേരുന്നതിന് കാരണമായി മാറിയത്? എന്താണ്? ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാധന വർഷത്തിൻ്റെ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങുന്നത് വഴി നമ്മളൊരു പുതിയൊരു ആരാധന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഗ്രഹത്തിൻ്റെ വർഷത്തിൻ്റെ 1-ാം ദിനത്തിലാണ് നമ്മളായിരിക്കുക. അതോടൊപ്പം തന്നെ ഈ തിരുനാളിനായി നാം ഇവിടെ സമ്മേളിക്കുമ്പോഴാ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് പുതിയൊരു തുടക്കം കുറിക്കുവാനായി ആഗമന കാലത്തിന്, ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങുന്ന ഒരു കാലം. ഇപ്രകാരം വൈവിധ്യങ്ങൾ കൊണ്ട് അനുഗ്രഹപൂർണമായ ഈ രാത്രിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയ്ക്കായി, ധ്യാനത്തിനായി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും സുന്ദരമായ വിഷയം എന്നത് ഞങ്ങളുടെ പിതാവേ എന്നാണ്. എങ്കിൽ ഇന്നലെ നിങ്ങൾ എന്താണ് കേട്ടത്? എന്തിനെ കുറിച്ചാണ്? സ്വർഗരാജ്യത്തെ കുറിച്ചാണ് കേട്ടത്. എങ്കിൽ എന്താണ് സ്വർഗരാജ്യം? നേരത്തോട് നേരമാകുന്നതിന് മുമ്പേ കാറ്റുപോകരുത്. എന്താണ് സ്വർഗരാജ്യം? ക്രിസ്തുവുമായുള്ളൊരു ജീവിതമാണ് സ്വർഗരാജ്യം. ദൈവരാജ്യം സമം ദൈവഭരണം, അതാണ് സ്വർഗമെന്ന് പറയുക. ദൈവരാജ്യം സമം ദൈവഭരണം, ദൈവം ഭരണം നടത്തുന്ന ദൈവത്തിന്റെ രാജ്യം. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഭരണം നടത്തുമ്പോൾ അവിടം എന്തായി മാറുന്നു? സ്വർഗമായി മാറുന്നു. എങ്കിൽ ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങളുടെ പിതാവേ എന്ന പിതാവായ ദൈവത്തെ നമ്മൾ വിളിക്കുന്നതിന് കാരണം എന്താ? അതിനു മുമ്പ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ എത്ര അപേക്ഷകളുണ്ടാവും, എത്ര അഭിസംബോധനകളുണ്ടാവും. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ 7 അപേക്ഷകളുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൽ എത്ര അഭിസംബോധനകളുണ്ട്? പറ. 2. ഒറ്റ അഭിസംബോധന മാത്രമേയുള്ളൂ.
ഏതാണത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന അഭിസംബോധന മാത്രമാണ് ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഉള്ളത്. തീർച്ചയായും ഞങ്ങളുടെ പിതാവേ എന്ന് നാം വിളിച്ചു പ്രാർത്ഥിക്കുമ്പോഴാ പിതാവായ ദൈവവുമായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിബന്ധത്തെയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുക. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുക? ആരോടാ പ്രാർത്ഥിക്കുക? ആരോടാണ്? പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്നത് ആരാണ്? പുത്രനാണ് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചത്. പഠിപ്പിച്ചവൻ തന്നെയാണ് ഈ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നത്. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പിതാവേ എന്ന് നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ആത്യന്തികമായും ഇതൊരു അഭിസംബോധനയാണ്. ഹൃദയം തുറന്നുകൊണ്ട് പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. ഒന്നാമതായി, ദൈവം നമ്മുടെ പിതാവാകുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മുടെ പിതാവാകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ്? ഉത്തരം പറയുന്നവർക്ക് ജീവനച്ചൻ സമ്മാനം തരും. പിതാവായ ദൈവം നമ്മുടെ പിതാവാകുന്നത് എങ്ങനെയാണ്? നമ്മൾ അവന്റെ ഡേഷിലും ചായയിലും കാപ്പിയിലുവാ. എന്തിലാണ്? നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരും പിതാവായ ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ വിളിക്ക്, ആ പ്രാർത്ഥനയ്ക്ക് അതിയായ ഒരു ശക്തിയുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിതാവായ ദൈവത്തിന്റെ കരുതലുള്ള കരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും പരിപൂർണനായ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ സ്വർഗസ്ഥനായ പിതാവിനെ ചൂണ്ടിക്കാട്ടി കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ അവർ നടന്നു പോകുമ്പോൾ, കഷ്ടതകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ, പകൽ അവർക്ക് പിതാവായ ദൈവം എന്തായി മാറുന്നുണ്ട്? പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തിന് പകൽ അവർക്ക് ചുട്ടുപൊള്ളുന്ന വെയിലിൽ അവർക്ക് എന്തായി മാറുന്നുണ്ട്? മേഘസ്തംഭമായി മാറുന്നുണ്ട്. രാത്രിയിൽ ഇരുളിന്റെ ഇടയിൽ അവർക്ക് എന്തായി മാറുന്നുണ്ട്? അഗ്നിസ്തംഭമായി അവിടെ നിന്ന് മാറുന്നുണ്ട്. അവർക്ക് വിശക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് എന്തായി മാറുന്നുണ്ട്? മണ്ടയായി, അപ്പമായി മാറുന്നുണ്ട്. അവർക്ക് ദാഹിച്ചപ്പോൾ അവിടെ നിന്ന് അവർക്ക് എന്തായി മാറുന്നുണ്ട്? ജലമായി മാറുന്നുണ്ട്. ഇപ്രകാരം ഇസ്രായേൽ ജനത്തെ പരിപൂർണമായും രക്ഷിച്ച് സംരക്ഷിച്ച് കാത്തുപരിപാലിച്ച ഒരു പിതാവായ ദൈവമുണ്ട് എങ്കിൽ ആ പിതാവായ ദൈവം ആർക്കുമുണ്ട്? നമുക്കും ഉണ്ട്. ആ പിതാവായ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. യഹൂദർ കുട്ടികൾ അവരുടെ അപ്പനെ, അവരുടെ പിതാവിനെ വിളിച്ചിരുന്നതാണ് എന്തെന്ന്? ആബാ പിതാവേ എന്ന്. നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന പിതാവായ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഹൃദയ പരമാർത്ഥതയോടുകൂടി ഒരു വ്യക്തിബന്ധം പിതാവുമായി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ വിളിക്ക് അർത്ഥവും ആഴവും അനുഗ്രഹവും ലഭ്യമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും വിളി ആഴമുള്ളതും വ്യക്തതയുള്ളതും അനുഗ്രഹമുള്ളതുമായി മാറുന്നതിന്റെ പ്രധാന കാരണം നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പിതാവായ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും നീ സൃഷ്ടിക്കപ്പെട്ടതിനാൽ, പിതാവായ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും നീ സൃഷ്ടിക്കപ്പെട്ടവനാൽ നീ നിന്റെ സഹോദരന് ഉതപ്പിന് കാരണമായി മാറരുത് എന്ന്. നീ നിന്റെ സഹോദരനെ വിദ്വേഷത്തോടും വൈരാഗ്യത്തോടും പകയോടുകൂടി നോക്കിക്കാണുവാനായിട്ട് നീ പരിശ്രമിക്കരുത്. നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ആരുടെ ഛായയാണ്? ആരുടെ സാദൃശ്യമാണ്?
ആരുടെ ഛായയും ആരുടെ സാദൃശ്യവുമാ? പിതാവായ ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമാ. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ വിദ്വേഷത്തോടുകൂടി നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന നിന്റെ സഹോദരനോട് പെരുമാറരുത് എന്ന വചനം നമ്മെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 6-ാം വാക്യം വളരെ കൃത്യതയോടുകൂടി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 6-ാം വാക്യം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. ഭോഷരും ബുദ്ധിഹീനരുമായ ജനമേ, ഇതോ കർത്താവിന്റെ പ്രതിഫലം. അവിടെ നല്ലയോ നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളുടെ പിതാവും, നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അവിടെ നല്ലയോ എന്ന. അതായത് ഓരോ ക്രൈസ്തവനും അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിപ്പിക്കേണ്ടത് പ്രകാരമാണ് നമ്മുടെ സൃഷ്ടാവും നമ്മുടെ പരിപാലകനും എന്ന് പറയുന്നത് നാം പിതാവേ എന്ന് വിളിക്കുന്ന ദൈവമാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. എങ്കിൽ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? എപ്പോഴും ആരോടാ മക്കളെ? നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവായ ദൈവത്തോടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താണ്? എന്താണ് പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താ? ചേട്ടാ, എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്? നാവ് കൊണ്ടാണെന്ന് പറയരുത്. എന്തുകൊണ്ടാ? പിതാവായ ദൈവം സർവശക്തനാണ്. പിതാവായ ദൈവം കാരുണ്യവാനാണ്. പിതാവായ ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവം സർവശക്തനാ. ഈ ഭൂമിയിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച പിതാവായ ദൈവം, ഈ ഭൂമിയിലെ സർവശക്തികളുടെയും അധിപനായ പിതാവായ ദൈവം. അതുകൊണ്ടാണ് നാം ആ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക. ഈ ഭൂമിയിലെ സകല തിന്മകളെയും ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള ശക്തിയുള്ള പിതാവായ ദൈവം, പരിശുദ്ധനായ പിതാവായ ദൈവം. ഈ ഭൂമിയിലെ തിന്മകളെ ഇല്ലായ്മ ചെയ്യുവാൻ ശക്തിയുള്ള പരിശുദ്ധനായ ദൈവമായതുകൊണ്ട് നാം അവന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടം ഈ ഭൂമിയിലെ സകലത്തിനോടും നിരുപാധികം ക്ഷമിക്കുവാൻ കഴിയുന്ന കരുണയുടെ ഒരു പിതാവായതുകൊണ്ട് നാം ആ പിതാവിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് എന്തുകൊണ്ട് നാം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം അവിടുന്ന് എന്താണ്? അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് കാരുണ്യവാനാണ്. അതാണ് നിയമാവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുക. അവിടുന്ന് നമ്മുടെ സൃഷ്ടാവാണ്, അവിടുന്ന് നമ്മുടെ പിതാവാണ്, അവിടുന്ന് നമ്മുടെ പരിപാലകനാണ് എന്നത്. പിതാവായ ദൈവത്തെ നാം ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ആഴവും അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം. കാരണം പിതാവായ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നാം തിരിച്ചറിയണം അവിടുന്ന് നമ്മുടെ സൃഷ്ടാവും, അവിടുന്ന് നമ്മുടെ പരിപാലകനും, അവിടുന്ന് നമ്മുടെ പിതാവായ ദൈവവുമാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. എങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചു. എന്നാൽ പ്രാർത്ഥന എന്നാൽ എന്താണ്? ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോടൊപ്പമായിരിക്കുന്നതാണ് പ്രാർത്ഥന, ദൈവത്തോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 8-ാം സങ്കീർത്തനം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന എന്നതാ. സൃഷ്ടാവായ ദൈവത്തിന് സൃഷ്ടികളിൽ മകുടമായ മനുഷ്യൻ നൽകുന്ന ദേശാണ് പ്രാർത്ഥന. സൃഷ്ടാവായ ദൈവത്തിന് സൃഷ്ടികളിൽ മകുടമായ മനുഷ്യൻ നൽകുന്ന ആരാധനയാണ് പ്രാർത്ഥന എന്ന്. ഈ ആരാധന നമ്മൾ അർപ്പിക്കുന്നത് ആർക്കാ? പിതാവായ ദൈവത്തിനാണ് എന്നത്. ഒന്നാമതായി പിതാവായ ദൈവത്തെ നമ്മൾ പിതാവേ, ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം നാം അവന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. എങ്കിൽ രണ്ടാമത്തെ കാരണം എന്തായിരിക്കും?
രണ്ടാമത്തെ കാരണം എന്താണ്? നമ്മൾ ഓരോരുത്തരും അവൻ്റെ ദേശമാണ്. എന്താണ്? നമ്മൾ അവൻ്റെ പുത്രനും പുത്രിയുമാണ്. ചേട്ടാ എന്താണ്? ഓമനപുത്രനാ? നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിന്റെ പുത്രനും പുത്രിയുമാണ്. നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിന്റെ ദത്തുപുത്രരും ദത്തുപുത്രിമാരുമാണ്. വചനം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുക. ഏതാത്മാവിനെയാണ്? പുത്രസ്വീകാര്യമായ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുക. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന വിളിക്കുന്നത്. ഏത് ആത്മാവിന്റെ പിൻബലത്തിലാണ് നമ്മൾ പിതാവായ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുക? ഏത് ആത്മാവിന്റെ പിൻബലത്തിലാ? പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ, പരിശുദ്ധാത്മാവിന്റെ പിൻബലത്താൽ പിതാവായ ദൈവത്തിന്റെ ദത്തുപുത്രനും ദത്തുപുത്രിമാരുമായ നാം ഓരോരുത്തരും അവിടത്തേക്ക് സ്വീകാര്യമായ ദൈവാത്മാവിന്റെ പ്രേരണയാൽ അവിടത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. അതായത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളുടെ അധരം തുറക്കുമ്പോൾ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, ഈ ഭൂമിയിലെ പ്രപഞ്ചം മുഴുവനും തുറക്കപ്പെടുന്ന പ്രാർത്ഥന, സുവിശേഷത്തിലെ എല്ലാ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അടങ്ങിയിരിക്കുന്ന പ്രാർത്ഥന, ഈ പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നത് ഏത് ആത്മാവിന്റെ പിൻബലത്തിൽ? പരിശുദ്ധാത്മാവിന്റെ പിൻബലത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. എങ്കിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നവര്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നവർ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മളെല്ലാവരും പിതാവായ ദൈവത്തെ എന്തെന്ന് വിളിക്കുന്നതാണ്? പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്. ഇപ്രകാരം പിതാവായ ദൈവത്തെ പിതാവായ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുവനിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1997 ഖണ്ഡികയിൽ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തെ പിതാവായ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ അവന്റെ ദൈവത്തിന്റെ മക്കളെ പോലെ പെരുമാറുന്നവൻ ആയിരിക്കുമെന്ന്. ആരെപ്പോലെ പെരുമാറുന്നവൻ? ദൈവ മക്കളെ പോലെ പെരുമാറുന്നവനാണ് പിതാവായ ദൈവമേ എന്ന് വിളിച്ചു. അതായത് നിങ്ങൾ ഓരോരുത്തരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെപ്പോലെ പെരുമാറേണ്ടവരാണ്? ആരെപ്പോലെ പെരുമാറേണ്ടവരാണ്? ദൈവത്തിന്റെ മക്കളെ പോലെ പെരുമാറേണ്ടവരാണ്. രണ്ടാമതായി, ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ഹൃദയമുള്ളവരല്ല, മറിച്ച് ദൈവപിതാവിന്റെ ഹൃദയമുള്ളവരായി മാറണമെന്ന്. അതായത് പിതാവായ ദൈവത്തെ പിതാവായ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുവന് ഒരിക്കലും ക്രൂരമായി പ്രവർത്തിക്കുവാനോ പാപത്തിന്റെ ചിന്തകൾ അവന്റെ ഹൃദയത്തിൽ നെയ്തുകൂട്ടുവാനോ കഴിയുകയില്ല എന്ന മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, പിതാവിന്റെ നന്മകളെ ധ്യാനിക്കുകയും അവന്റെ ആത്മാവിനെ അതനുസരിച്ച് അലങ്കരിക്കുകയും ചെയ്യുന്നു എന്ന്. അതായത് പിതാവായ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ അവന്റെ നന്മകളെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ധ്യാനിക്കുകയാണ് ചെയ്യുക. അവന്റെ നന്മകളെ കുറിച്ച് ധ്യാനിക്കുകയും അവന്റെ ആത്മാവിനെ എന്ത് ചെയ്യുന്നു? അലങ്കരിക്കുകയും ചെയ്യുകയാണ് എന്ന മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും നാലാമതായി, പിതാവായ ദൈവമേ എന്ന് നാം വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നാം എല്ലാം ആരെപ്പോലെയായി മാറുന്നു? ആരെപ്പോലെയായി മാറുന്നു? ആരെപ്പോലെയായി മാറുന്നു? അല്ല,
ശിശുക്കളെ പോലെയായി മാറുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നത് നാം ദൈവ മക്കളായി മാറുന്നു. രണ്ടാമതായി കഠിന ഹൃദയത്തിന്റെ വ്യക്തികളല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ വ്യക്തികളായി മാറുന്നു. മൂന്നാമതായി നാം ഓരോരുത്തരും ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു, അവന്റെ നന്മകളെ നമ്മുടെ ജീവിതത്തിൽ നാം അലങ്കരിക്കുന്നു. നാലാമതായി നാം ശിശുക്കളെ പോലെയായി മാറുന്നു എന്ന വീണ്ടും നാം അവിടുത്തെ ജനവും അവിടെ നിന്ന് നമ്മുടെ ഡേഷുമായി തീരുകയാണ്. പിതാവായ ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം അവിടുത്തെ ജനവും അവിടെ നിന്ന് നമ്മുടെ ദൈവവുമായി തീരുകയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാ നാം അവിടുത്തെ ജനവും അവിടെ നിന്ന് നമ്മുടെ ദൈവവുമായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. വീണ്ടും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ 4 തരത്തിൽ നാം അതിനോട് പ്രതികരിക്കുന്നുള്ളൂ. പിതാവായ ദൈവത്തെ പിതാവേ എന്ന് നാം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 4 തരത്തിൽ നാം ദൈവത്തോട് പ്രതികരിക്കുന്നു. ഒന്നാമതായി ദൈവത്തെ നാം എന്ത് ചെയ്യണം? ദൈവത്തെ നാം എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ 4 യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകണം. ഒന്നവൻ ദൈവത്തെ ബഹുമാനിക്കണം. രണ്ടാമതായി അവൻ ദൈവത്തെ അനുകരിക്കണം. മൂന്നാമതായി അവൻ ദൈവത്തെ അനുസരിക്കണം. നാലാമതായി അവൻ ദൈവത്തിന് വിധേയനായിരിക്കണം എന്നതാ. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നവരാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം വളരെ കൃത്യതയോടുകൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുത്രൻ പിതാവിനെയും ദാസനെ യജമാനനെയും ബഹുമാനിക്കുന്നു. എന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണ് എങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെയാണ് എന്ന്. മലാക്കി പ്രവാചകന്റെ പുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പിതാവാണ് എങ്കിൽ നിങ്ങൾ എനിക്കുള്ള ബഹുമാനം എവിടെയാണ് നൽകുക എന്ന്. അതായത് പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതൊരുവനും ദൈവത്തെ ബഹുമാനിക്കണം. അതെങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന്, ദൈവത്തെ നാം എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് 50-ാം സങ്കീർത്തനം 23 മുതൽ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് നാം നൽകുന്ന ബഹുമാനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലം ഏതാണ്? പറയുന്നവർക്ക് ഞാൻ 500 രൂപ സമ്മാനം തരും. ബൈബിൾ നോക്കി പറയരുത്. ദൈവത്തിന് നാം കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ബഹുമാനം ഏതാണ്? ഏതാണ്? എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞപ്പോൾ സമ്മാനം കൊടുക്കാൻ പറ്റുമോ? 50-ാം സങ്കീർത്തനം 23 വളരെ കൃത്യമായി പറയുന്നുണ്ട് കർത്താവിന് നാം കൊടുക്കുന്ന ബഹുമാനം എന്താണ് എന്ന്, പിതാവായ ദൈവത്തിന് നാം കൊടുക്കുന്ന ബഹുമാനം എന്താണ് എന്ന്. ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്ന പിതാവായ ദൈവത്തിന് നാം കൊടുക്കുന്ന ബഹുമാനം എന്ന് പറയുന്നത് ബലിയായി കൃതജ്ഞതയാണ് അർപ്പിക്കുന്ന ബലിയാണ്. പിതാവായ ദൈവത്തിന് ബലിയായി നാം അർപ്പിക്കുന്ന കൃതജ്ഞതയാണ് അവന് നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ബഹുമാനം എന്നത്. അതായത് ഈ പരിശുദ്ധമായ ബലിയാണ് പിതാവായ ദൈവത്തിന് നാം കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനം എന്നതാ. ഈ ബലി എന്ന് പറയുന്നത് നന്ദിയുടെയും കൃതജ്ഞതയുടെയുമാണ്. അതുകൊണ്ടാണ് പറയുക, പരിശുദ്ധമായ ബലിയില നാം ഓരോരുത്തരും സജീവമായി പങ്കുകൊള്ളുക എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ ബലിയില അവന് കൊടുക്കുന്ന ബഹുമാനവും അവന് കൊടുക്കുന്ന ആദരവും അവന് കൊടുക്കുന്ന കൃതജ്ഞതയുമാണ് പരിശുദ്ധമായ ബലി എന്ന സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ. വീണ്ടും ഈ പിതാവായ ദൈവം ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ പിതാവായ ദൈവം നമ്മെ എന്ത് കൊടുത്താണ് സ്വീകരിച്ചത്? പിതാവായ ദൈവം തൻ്റെ പുത്രനെ നൽകി. അവിടുന്ന് നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയവരാകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ആരെ മഹത്വപ്പെടുത്തണം? നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയവരാകയാൽ പിതാവായ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത് എവിടെയാ?
ശരീരത്തിൽ, അതായത് ശരീരത്തിന്റെ വിശുദ്ധിയിൽ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒന്നാമതായി പിതാവായ ദൈവത്തെ പിതാവായ ദൈവമേ എന്ന് വിളിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നാമതായി ദൈവത്തെ അവൻ ബഹുമാനിക്കണം. രണ്ടാമതായി അവൻ ദൈവത്തെ അനുകരിക്കണം. മൂന്നാമതായി അവൻ ദൈവത്തെ അനുസരിക്കണം. നാലാമതായി അവൻ ദൈവത്തിന് വിധേയനായി ജീവിക്കുന്നവനായി മാറണം. വീണ്ടും നാം പിതാവായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നാം അവൻ്റെ നാമത്തെ എന്തു ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു. വീണ്ടും അവൻ സത്യമായ പിതാവാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുകയാണ് ചെയ്യുക. ഞങ്ങളുടെ പിതാവേ എന്ന കരം വിരിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായി പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു. രണ്ടാമതായി അവിടുന്ന് ഏകസത്യ ദൈവമാണ് എന്ന് നാം അംഗീകരിക്കുന്നു. മൂന്നാമതായി അവിടത്തെ നമ്മൾ ആരാധിക്കുന്നു. നാലാമതായി അവിടത്തെ നമ്മൾ നന്ദി പറയുകയും ചെയ്യുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. വീണ്ടും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പിതാവേ എന്ന ആ വിളിയിൽ എത്ര കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടോ? 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് തോമസ് അക്വീനാസ് പറയുക, ഞങ്ങളുടെ പിതാവേ എന്ന വിളിയിൽ 4 കാര്യങ്ങൾ അടങ്ങിയിരിക്കും. ഒന്നാമതായി ഉറപ്പ്, രണ്ടാമതായി ഉചിതമായത്, മൂന്നാമതായി ഒരു ക്രമം, നാലാമതായി ഭക്തി, അഞ്ചാമതായി വിനയം അടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ പിതാവേ എന്ന് നാം വിളിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് നൽകുന്നുണ്ടാ? ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. നാം ഓരോരുത്തരും അവൻ്റെ പുത്രനും പുത്രിയുമാണ് എന്ന്. രണ്ടാമതായി പിതാവായ ദൈവത്തെ പിതാവായ ദൈവമേ എന്ന് നാം വിളിക്കുന്നത് ഉചിതമായൊരു വിളിയാണ്. കാരണം അവിടെ നിന്നാണ് നമ്മുടെ സൃഷ്ടാവ്. മൂന്നാമതായി പിതാവായ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ മറ്റെല്ലാ ക്രമങ്ങളെക്കാൾ മറ്റെല്ലാ സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠമായ വിളിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നാലാമതായി പിതാവായ ദൈവത്തെ പിതാവായ ഞങ്ങളുടെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകണം? ഭക്തി ഉണ്ടാകണം. അല്ലാതെ നമ്മളാ ഭക്തിയില്ലാതെ പിതാവായ ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കരുത്. ആ വിളിയുടെ ഉള്ളിൽ എന്തുണ്ടാകണം? വിനയം ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. തീർച്ചയായും നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന കേൾക്കുന്നവരാണ് പിതാവായ ദൈവം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, സൃഷ്ടികളുടെ മകുടമായ പിതാവായ ദൈവത്തിന്, സൃഷ്ടാവായ ദൈവത്തിന് സൃഷ്ടികളുടെ മകുടമായ മനുഷ്യൻ നൽകുന്ന ആരാധനയാണ് പ്രാർത്ഥന എന്ന്. ആബാ പിതാവേ എന്ന നമ്മൾ വിളിക്കുമ്പോൾ ആ വിളി ഒരു വ്യക്തി ബന്ധം തന്നെയാണ്. ഇസ്രായേൽ ജനത്തിന് അവിടുന്ന് പകൽ മേഘസ്തംഭമായി മാറി, രാത്രിയിൽ ദീപസ്തംഭമായി മാറി. വിശന്നപ്പോൾ അവർക്ക് മന്നയായി മാറി, ദാഹിച്ചപ്പോൾ അവർക്ക് ജലമായി മാറിയെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലുള്ള അപ്പന്മാരുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കണം. ആരുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കണം? നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ അപ്പന്മാരുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ ക്രൂശിതനായ പിതാവായ ദൈവം നമുക്ക് കാട്ടി നൽകിയ പിതാവായ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അപ്പൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു കവിത ഇപ്രകാരം പറയുന്നുണ്ടാവും: എരിയുന്ന കൽക്കരി ഹൃദയത്തിൽ എരിയിച്ച് കൂകാതെ പായും നിശബ്ദമാം വണ്ടി, അപ്പമാണപ്പൻ അന്നമാണപ്പൻ സായുജ്യമൊഴുകുന്ന അനുഗ്രഹമാണ് അപ്പൻ എന്ന പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തിന് അപ്പമായി മാറി, തണലായി മാറി, അഭയമായി മാറി, കരുത്തായി മാറിയെങ്കിൽ ഇവിടെയായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലെ അപ്പന്മാരെ എരിയുന്ന കൽക്കരി ഹൃദയത്തിലെരിയിച്ച് കൂകാതെ പായും നിശബ്ദമാം വണ്ടി, അപ്പമാണപ്പൻ അന്നമാണപ്പൻ സായുജ്യമൊഴുകുന്ന അനുഗ്രഹമാണ് അപ്പൻ എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പല ഭവനങ്ങളിലും ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ, നന്ദി അർപ്പിക്കുവാൻ മറന്നുപോകുന്നു എന്നതാണ് നമ്മുടെയൊക്കെ ഭവനങ്ങൾ സ്വർഗതുല്യമായ നന്മയുടെ ഉറവിടമായി മാറാത്തതിൻ്റെ പ്രധാന കാരണമെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം.
ആയതിനാൽ നമുക്ക് നമ്മുടെ അപ്പന്റെ കണ്ണുകളിൽ ദൈവത്തെ കാണുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളെയും നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. പിതാവായ ദൈവം നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾ എൻ്റെ ഈ സഹോദരന്മാരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത് എന്ന് അവിടുന്ന് വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന നന്മകളുടെ ഏറ്റവും പരമകോടിയായ നന്മ എന്നത് അപ്പൻ്റെ കണ്ണിൽ ദൈവത്തെ കാണുക എന്നതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഇന്ന് സമയമില്ല. ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പിതാവായ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിലെ പല തകർച്ചകൾക്കും പ്രധാന കാരണമെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിച്ചു. ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ സൗകര്യപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചതാണ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഹൃദയമൊരുക്കിയുള്ള പ്രാർത്ഥന. ഇന്ന് വെടിവെച്ചാൽ കത്തുന്ന അടുപ്പ നമുക്ക് സ്വന്തമായി, ബട്ടണിട്ടാൽ അലക്കുന്ന അലക്കുകല്ല് നമുക്ക് സ്വന്തമായി, സ്വിച്ചിട്ടാൽ അരയുന്ന അമ്മിക്കല്ല് നമുക്ക് സ്വന്തമായി. ഇന്ന് സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചപ്പോൾ സൗകര്യപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചത് പ്രാർത്ഥനയാണ്. പിതാവായ ദൈവവുമായുള്ള സംഭാഷണം എവിടെ നിലച്ചോ അവിടെ നിന്റെ ഭവനത്തിലെ പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒഴുക്ക് നിലച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മുടെയൊക്കെ മക്കൾക്ക് പിതാവായ ദൈവത്തെ ഒന്ന് പാടി പുകഴ്ത്തുവാൻ, ആരാധിക്കുവാൻ, അവന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുവാൻ സമയമില്ല. എന്നാൽ ഇന്ന് ഇവർ താളം പിടിച്ച് പാടാറുള്ള ഒത്തിരിയേറെ അർത്ഥമറിയാതെ പാടുന്ന പാട്ടുകളുണ്ട്. ആവേശം എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ടല്ലോ, ഏതാണ് ആ പാട്ട്? ഏതാ ആവേശം എന്ന സിനിമയിൽ ഒരു പാട്ട്? മാതാപിതാക്കളെ മാപ്പ, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത, ഉന്നം മറന്നൊരു പോക്ക, ഗുണപാഠങ്ങളെ മതിയാക്ക, ഇതെൻ പാത ഇതെൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് എനിക്കൊരവകാശം, തനി നിറമെടുത്തണിയണ നേരത്ത് കാട്ടുതോന്യാസം, ഇത് കാട്ടുതോന്യാസം, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് ചോടാ സർബത്ത്. മാതാപിതാക്കളെ മാപ്പ, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത, ഉന്നം മറന്നൊരു പോക്ക, ഗുണപാഠങ്ങളെ മതിയാക്ക, ഇതെൻ പാത ഇതെൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് എനിക്കൊരവകാശം, തനി നിറമെടുത്തണിയണ നേരത്ത് കാട്ടുതോന്യാസം, ഇത് കാട്ടുതോന്യാസം, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്ന നമ്മുടെ അധരങ്ങളിൽ അർത്ഥമറിയാതെ നമ്മൾ താലോലിച്ചു പാടുന്ന ഈ പാട്ടുകൾ നമ്മുടെ ജീവിതത്തിലെ കൃപയെ നഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിന്റെ ജീവിതത്തിലേക്ക് എണ്ണമറ്റ നന്മകളുടെ ഉറവയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പിതാവായ ദൈവത്തിന്റെ എല്ലാ നന്മകളും, പിതാവായ ദൈവത്തിന്റെ എല്ലാ കൃപകളും, പിതാവായ ദൈവത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന. എന്താണ് നമ്മൾ അതിൽ പറയുക? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന്. അങ്ങയുടെ 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 എന്ന് പറയുന്നത് എത്രയാ? 3 പ്രാവശ്യം. വീണ്ടും ഞങ്ങളുടെ 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 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യമാ? ദൈവമേ പറ, എത്ര പറയും? സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്നും ആർക്ക് തരണം? ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. അപ്പോൾ എത്ര ഞങ്ങളായി? 5 ഞങ്ങളായി. സ്വർഗസ്ഥനായ പിതാവേ എന്നൊരു പ്രാർത്ഥന നിങ്ങളെടുത്ത് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? അങ്ങയുടെ നാമം വരണമേ എന്ന് പ്രാർത്ഥിക്കുമോ? അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ രാജ്യം വരണമേ, എൻ്റെ നാമം പൂജിതമാകണമേ, എൻ്റെ നാമം മഹത്വപ്പെടണമേ എന്ന എൻ്റേത് 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 എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുടെ ഉൾക്കാമ്പ. എന്നാൽ അതിൽ നിന്ന് നമ്മൾ മാറണം.
എൻ്റേതെന്നതിൽ നിന്ന് മാറി നിൻ്റേതെന്ന് പറയുമ്പോഴാണ് ഇവിടെ അനുഗ്രഹം നമ്മെ തേടി എത്തുക. സ്നേഹമുള്ളവരെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന സുന്ദരമായ പ്രാർത്ഥന ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥനയാണ്. ക്രിസ്തുനാഥൻ വിപ്ലവാത്മകമായി പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ ആരംഭം എങ്ങനെയാണ്? ഈ പ്രാർത്ഥനയുടെ ആരംഭം എങ്ങനെയാ? ആരോട് ചോദിച്ചു? ഞങ്ങൾ ശിഷ്യന്മാർ എന്താ ചോദിച്ചതോ? എന്താണ്? യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. ഈശോയുടെ ശിഷ്യന്മാർ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈശോയോട് ചോദിച്ചത്. ഏതൊക്കെയാ 2 കാര്യങ്ങൾ? ചേട്ടാ, ഒന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. രണ്ടാമതായി ഈശോയോട് ശിഷ്യന്മാർ ചോദിച്ച എന്താ? അതുകൂടി പറഞ്ഞാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചത് ആദ്യത്തെ ചോദ്യം, ഞങ്ങളെ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. രണ്ടാമത് ചോദിച്ച ആവശ്യം എന്താ? രണ്ടാമത് ചോദിച്ചത് എന്താ? ഞങ്ങളുടെ ഡേഷ് വർദ്ധിപ്പിക്കണമേ, വല വർദ്ധിപ്പിക്കണമേ, അപ്പം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഏതാണ്? ഓപ്ഷൻ എ, വല നിറയ്ക്കണമേ, വർദ്ധിപ്പിക്കണമേ, അപ്പം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഏതാണ്? ഉറപ്പാണോ? എങ്കിൽ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയമൊരുകി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറാം. അപ്പോൾ ജീവിത ക്ലേശങ്ങൾക്ക് നടുവിൽ അവിടുന്ന് ദീപസ്തംഭമായും, ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ അവിടുന്ന് മേഘസ്തംഭമായും, ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ അവിടുന്ന് അപ്പമായും, നീ തളർന്നു പോകുമ്പോൾ നിനക്ക് ബലമായും പിതാവായ ദൈവം നമ്മുടെ കൂടെയുണ്ടാകും. അതിന് നമ്മുടെ ഏകാന്തതകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളും എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവ്വൈനും ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്നു ജനിച്ചോരും ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാം ഈശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ഭിത്തിയിൽ നിന്നുള്ള ഭിത്തിയാണെന്നും സത്യദൈവം തന്നെ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും ശ്രേഷ്ഠനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവ്വവും താൻ വഴി സൃഷ്ടമായി
സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗ്ഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ചയെന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജ്യനും ആകും റൂഹായി. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റവും ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാതോലിക്ക അപ്പോസ്തോലിക സഭയിൽ പാപവിമോചനം ഏകുന്നോരിത് ജ്ഞാനസ്നാനം നിത്യം പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചിട്ട് ഉറപ്പായത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരരെ, തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഇടവ കുടുംബത്തെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗവും സമർപ്പിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ സ്വർഗീയ മാധ്യസ്യം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ധാരാളമായിട്ട് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, തിരുസഭയെ നയിക്കുന്നതിന് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ലയോ 14 പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപതാ മെത്രാൻ ഡോക്ടർ സെൽവരാജൻ പിതാവിനെയും അങ്ങയുടെ പരിശുദ്ധാത്മ ചൈതന്യത്താൽ നവീകരിച്ച് അങ്ങ് പ്രഘോഷിച്ച ദൈവരാജ്യം ഈ ഭൂമിയിൽ സംസ്ഥാപിതമാക്കാനും സഭാ മക്കളെ പരസ്പര സ്നേഹത്തിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഭയെ ശക്തിയുക്തം വളർത്തുവാനും അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, നിത്യപുരോഹിതനായ യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന റവറൻ ഫാദർ വത്സലൻ ജോസിനെയും വചനപ്രഘോഷണം നടത്തിയ റവറൻ ഫാദർ ബെനഡിക്ട് ജി ഡേവിഡിനെയും, ഞങ്ങളുടെ ഇടവികാരി സ്നേഹബഹുമാനമുള്ള ജിബിൻ രാജ് അച്ഛനെയും, ഇടവകയിൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സ്നേഹബഹുമാനമുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും അങ്ങേ കരുണാതിരേഖത്താൽ നിറച്ച് അവരുടെ പൗരോഹിത്യ സന്യസ്ത ജീവിതം എന്നെന്നും വിശ്വസ്തയോടെ കാത്തുപരിപാലിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ പിതാവേ, ലോകരാഷ്ട്രങ്ങളെയും ഭരണാധികാരികളെയും വിശദീകരിക്കണമേ. ഭരണാധികാരികൾ സത്യത്തിൻ്റെയും നീതിയുടെയും ഉറവിടമായ അങ്ങയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടും സാഹോദര്യത്തോടും രാജ്യം ഭരിക്കാൻ വേണ്ട കൃപാവരങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ലോകത്തെ സ്ഥാപിച്ച പിതാവേ, കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയും ദൈവിക പദ്ധതിയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിത പങ്കാളിയുടെ കുറവുകൾ സ്നേഹപൂർവ്വം ക്ഷമിക്കാനും തകർച്ചകളിൽ പരസ്പരം താങ്ങായി തീരുവാനും എല്ലാ ദമ്പതികളും കുടുംബത്തിൽ നിസ്വാർത്ഥതയോടെ പരസ്പരം സ്നേഹിക്കുവാനും എല്ലാ കുടുംബങ്ങളെയും തിരുകുടുംബത്തിന്റെ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളും മോഹങ്ങളും ജീവിതത്തിൽ തിന്മ വിതയ്ക്കാതിരിക്കാൻ അവരെ സഹായിക്കണമേ. അങ്ങയുടെ ദാനമായ ഈ ജീവിതം അബലിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കുവാനും പ്രേക്ഷിത ചൈതന്യമുള്ളവരായി ജീവിക്കുവാനും അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മരൂപിയായ ദൈവമേ, ഈ ദിനത്തിൽ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന പണ്ടാരത്തോട്ടം താഴേക്കാമണ്ണടി യൂണിറ്റിൻ്റെയും ഇടവകയിലെ എല്ലാ കൗൺസിൽ അംഗങ്ങളെയും BCC ഭാരവാഹികളെയും ഇടവക സമൂഹത്തെയും അങ്ങേ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. പരിശുദ്ധമായ ചിന്തകളാൽ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിച്ച് ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവന്റെ ഉറവിടമായ ദൈവമേ, ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കളുടെ മേലും വിശിഷ്യ ഞങ്ങളുടെ ഇടവകയിൽ സേവനം ചെയ്ത് ഇഹലോകവാസം വെടിഞ്ഞ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മരിച്ചുപോയ എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയുടെ അനന്തമായ യോഗ്യതയാൽ അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗ സൗഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മസ്വരൂപനായ ദൈവമേ, അങ്ങയോട് കീഴെ വീക്ഷിക്കുന്ന അങ്ങേ പ്രിയ മക്കളോട് കരുണയായിരിക്കണമേ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് തരപ്പെടും; അന്വേഷിക്കുവിൻ, കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്കായി തുറന്നു കിട്ടും ഞങ്ങളോട് അരുളി ചെയ്തുവല്ലോ. അങ്ങയുടെ സാന്ത്വന വചസ്സുകളിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ നിയോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരുണാർദ്രമായ സ്നേഹത്താൽ ഈ ഇടവക സമൂഹത്തെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. അലിയുള്ള ദൈവമേ, അലിയുള്ള സ്നേഹമേ, അലിവോടെ കാഴ്ചകൾ സ്വീകരിക്കൂ. അലിവുള്ള ദൈവമേ, അലിയുള്ള സ്നേഹമേ, അലിവോടെ കാഴ്ചകൾ സ്വീകരിക്കൂ. ആശീർവദിച്ചെന്നെ അർച്ചനയാകണേ, ആരാധ്യമാകും തിരുസന്നിധിയെ. ആശീർവദിച്ചെന്നെ അർച്ചനയാകണേ, ആരാധ്യമാകും തിരുസന്നിധിയെ. അലിവുള്ള ദൈവമേ, അലിയുള്ള സ്നേഹമേ, അലിവോടെ കാഴ്ചകൾ സ്വീകരിക്കൂ. താലത്തിൽ ഉയരുമി കാരുണ്യരൂപത്തിൽ കാഴ്ചയായി നാഥൻ സർവ്വവും കാരുണ്യവാരിധി സ്വീകരിക്കൂ. ധന്യമായി തീർത്ത
തീരണം അൾത്താരേ ബലിയോഗ്യമാകാം. അലിവുള്ള ദൈവമേ അലിയുന്ന സ്നേഹമേ അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. അലിവുള്ള ദൈവമേ അലിയുന്ന സ്നേഹമേ അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണം ആരാധ്യമാകും തിരുസന്നിധിയെ. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണേ ആരാധ്യമാകൂ തിരുസന്നിധിയെ. അലിവുള്ള ദൈവമേ അലിയുന്ന സ്നേഹമേ അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, വിശുദ്ധ ഫ്രാൻസിസ് സേവന്റെ തിരുനാൾ ആഘോഷത്തിൽ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദൈവങ്ങൾ സ്വീകരിക്കണമേ. അദ്ദേഹം മനുഷ്യരക്ഷയ്ക്കുള്ള ആഗ്രഹത്താൽ വിദൂര ദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത പോലെ ഞങ്ങളും സുവിശേഷത്തിന് ഫലപ്രദമായ സാക്ഷി നൽകിക്കൊണ്ട് സഹോദരങ്ങളോടൊത്ത് അങ്ങനെയൊക്കെ തിടുക്കത്തിൽ വന്നണയാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും ആണല്ലോ. സ്വർഗസദസ്സിൽ വിളങ്ങും വിശുദ്ധരാ എപ്പോഴും കീർത്തിതനാകുന്നു നീ. ജീവിതയോധന വേദിയിലായവർ നേടിയ പുണ്യ ഫലങ്ങൾക്കങ്ങ് പൊന്നിൻ കിരീടം അണിയിക്കും വേളയിൽ നിൻ മഹാദാനങ്ങൾ കീർത്തിതമാ. ജീവിതകാലത്തവരിൽ ചൊരിഞ്ഞതാ ആയിരമായിരം നന്മകളാ. പാരിലെ ഞങ്ങൾക്ക് മാതൃക കാട്ടുന്ന ദീപങ്ങളായവർ ശോഭിക്കുന്നു. ആസിദ്ധന്മാരുടെ ഐക്യത്തിലൂടെ ആത്മീയ ബന്ധവും
ആകയാൽ ആമോദ വായ്പോടെ നിത്യവും നാഗദൂതന്മാരാ ഗായകന്മാർ ദിവ്യപ്രതാപവാനങ്ങയെ വാഴ്ത്തുന്നു. മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിം പിൻതലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്കു ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി
അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുകുമാരൻ്റെ ശരീരയുക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടൊരു അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടും എല്ലാ വിശുദ്ധരോടും തങ്ങി സന്നദ്ധിയുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ലയോ 14 പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെൽവരാജൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായി കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്.
ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റു പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കും ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങ് എന്റെ ഭവനത്തിൽ പ്രവേശിക്കാം. ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കു ക്ഷണിച്ചാൽ മാത്രം മതി. എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
എന്നെ ശുദ്ധീകരിക്കണമേ. എന്നെ രക്ഷിച്ചരുളണമേ. എന്നെ ലഹരിയിലാഴ്ത്തണമേ. എന്നെ നിത്യം കഴുകണമേ. എന്നെ സുധീരനാക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എനിക്ക് അഭയം നൽകണമേ. എന്നെ അങ്ങിൽ ചേർക്കണമേ. എന്നെ പരിരക്ഷിക്കണമേ. എന്നെ അങ്ങു വിളിക്കണമേ. എന്നെ കൽപ്പിച്ചരുളണമേ. എന്നെ സതതം വാഴ്ത്തിടുവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹതീക്ഷ്ണതയാൽ ജ്വലിച്ചുവല്ലോ. അങ്ങേ രഹസ്യങ്ങൾ ഞങ്ങളിലും അതേ തീക്ഷ്ണത ഉജ്ജ്വലിപ്പിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ വിളിയിൽ കൂടുതൽ യോഗ്യതയോടെ ചരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ട സമ്മാനം സൽപ്രവൃത്തികളാൽ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. എല്ലാവരും ഒരു നിമിഷം ഇരിക്കുക. നമുക്ക് ഇന്നത്തെ ദിവ്യബലിക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ആയിരുന്നുകൊണ്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് വ്ളാത്താങ്കര ഫറോന വികാരിയും അതുപോലെ തന്നെ വലിയവിള ഇടവക വികാരിയുമായിട്ടുള്ള വെരി റവറൻ ഫാദർ വത്സരൻ ജോസാണ്. അച്ഛൻ വളരെ സ്നേഹത്തോടുകൂടെ ഇന്നേ ദിവസം വരാമെന്ന് ഉറപ്പ് നൽകുകയും ഞായറാഴ്ചയാണ്, വളരെ തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ അതൊക്കെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മോടൊപ്പം ആയിരിക്കുവാൻ കാണിച്ച ആ നല്ല മനസ്സിനെയും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എന്നോട് എപ്പോഴും കാണിക്കുന്ന നല്ല സ്നേഹത്തെയും ഓർത്ത്, അതുപോലെ തന്നെ ഇന്ന് ഈ ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെയും ഓർത്ത് അച്ഛൻ ഇടവകയുടെ പേരിലും ഈ തിരുനാളിൻ്റെ പേരിലുമുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.
വചനപ്രഘോഷണം നടത്തിയത് ബഹുമാനപ്പെട്ട ബെനഡിക്റ്റ് അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ രൂപതയുടെ ആത്മായ ശുശ്രൂഷ ഡയറക്ടറായിട്ട് ചുമതലയേറ്റിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ അരുവിക്കര ഇടവകയിലെ വികാരി കൂടെയാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ നല്ലൊരു പ്രാസംഗികനാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ധ്യാനങ്ങളൊക്കെ നയിക്കുവാനായിട്ട് അച്ഛന് കഴിവുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഈ സ്വർഗസ്നായ പിതാവേ എന്നുള്ള ഒരു പ്രാർത്ഥന, അത് നമ്മൾ ഓരോ ദിവസവും ഒത്തിരിയേറെ ബുദ്ധിമുട്ടേറിയ സബ്ജക്റ്റ് തന്നെയാണ് ഓരോ ദിവസവും. അപ്പോൾ അത് വളരെ ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന പഠനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വചനപ്രഘോഷണത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് അച്ഛന് സാധിച്ചു. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുന്ന സമയത്ത് വളരെ നല്ലൊരു പ്രതിഭയായിട്ടുള്ള ഒരു അച്ഛനായിരുന്നു. ഒത്തിരിയേറെ കഴിവുകൾ സ്പോർട്സിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സെമിനാരിക്ക് സമ്മാനം നേടിക്കൊടുക്കുന്നത് അച്ഛനൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു റോമിലൊക്കെ പോയ സമയത്ത് പാപ്പായുടെ ക്രിക്കറ്റ് ടീമിലൊക്കെ അംഗമായിരുന്ന അച്ഛനാണ്. അപ്പോൾ അത്രയും കഴിവുകളുള്ള ഒരു അച്ഛനാണ്. അച്ഛന് ഇവിടെ എത്തിയതിനും നമുക്ക് വേണ്ടിയിട്ട് വചനം പങ്കുവച്ചതിനും പ്രത്യേകിച്ച് പിതാവായ ദൈവത്തെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തി തന്നതിനും ഓർത്ത് അച്ഛന് ഇടവകയുടെയും നമ്മുടെ ഈ തിരുനാളിൻ്റെയും പേരുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നേ ദിവസം നമുക്ക് ക്രമീകരണങ്ങൾ നടത്തിയത് പണ്ടാരത്തോട്ടം താഴേക്കാമണ്ണടി യൂണിറ്റുകളാണ്. അവർ ഇന്നലെയും അതുപോലെ തന്നെ ഇന്ന് രാവിലെയൊക്കെ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു. മറ്റ് അറേഞ്ച്മെൻറ്റ്സിനൊക്കെ അവർ കൂടെ ഉണ്ടായിരുന്നു. മുഴുവനായിട്ടും അവർക്കും അവരുടെ യൂണിറ്റ് ലീഡേഴ്സിനും മറ്റെല്ലാ ഭാരവാഹികൾക്കും ഇവിടെ വന്ന് സഹായിച്ച എല്ലാവർക്കും ഇനി ഇത് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം നന്ദി അർപ്പിക്കുകയും പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്യുന്നു. ഇന്നലെ രണ്ടാം ദിനമായ ഇന്നലെ പുത്തൻകട മണ്ണക്കല്ല് യൂണിറ്റുകളുടെ കാഴ്ചവയ്പ്പിലും ലേലം 50,000 രൂപയാണ്. അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. നാളെ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് കുളങ്ങരവിള പ്ലാന്തോട്ടം യൂണിറ്റുകളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ലേലമുണ്ട്. അപ്പോൾ ലേലത്തിന് എല്ലാവരും സഹകരിക്കണം. ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതൊക്കെയും തിരിച്ച് ലേലം വിളിച്ച് വാങ്ങിച്ചു കൊണ്ട് പോകണമെന്നിവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്നും സ്നേഹവിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അത് നേർച്ചയായി നൽകിയിരിക്കുന്നത് ഷൈജുകുമാർ അനിഷ ദമ്പതികൾ, പുത്തൻകട യൂണിറ്റിലെ ഷൈജുകുമാർ അനിഷ ദമ്പതികളാണ്. അവരുടെ സംരംഭത്തെയും അവരുടെ എല്ലാ പ്രയത്നങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഭക്ഷണം നൽകിയവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പാചകം ചെയ്ത് സഹായിച്ചത് ഷുബു മ്ലാത്താങ്കരയാണ്. അദ്ദേഹത്തെയും നന്ദിയോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ലസ്റ്റോറിയ ക്യൂസിന് പേര് കൊടുത്തിട്ടുള്ളവർ 7-ാം തീയതി, അതായത് അടുത്ത ഞായറാഴ്ച 2 മണിക്ക് നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കേണ്ടതാണ്. അത് നമ്മുടെ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ വെച്ചായിരിക്കും പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അടുത്ത ഞായറാഴ്ച നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞ് ലസ്റ്റോറിയ ക്യൂസിനുള്ളവർ നേരത്തെ തന്നെ പരീക്ഷാ ഹാളിൽ എത്തേണ്ടതാണ്. 1:30 പരീക്ഷാ ഹാളിൽ അവർ എത്തിച്ചേരേണ്ടതാണ്. തിരുനാൾ പ്രദക്ഷിണത്തിനാവശ്യമായിട്ടുള്ള മെഴുകുതിരി വയ്ക്കുവാനുള്ള ഒരു സ്റ്റാൻഡ്, ഇത് പല കളറിൽ ലഭ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് 35 രൂപയാണ്. നിങ്ങൾ നേരത്തെ തന്നെ അത് വാങ്ങിക്കുക, ഓർഡർ കൊടുക്കുക. അപ്പോൾ അവരതിനനുസരിച്ച് അത് നിങ്ങൾക്ക് ക്രമീകരിച്ച് നൽകുന്നതായിരിക്കും. പല വർണ്ണങ്ങളിലുള്ളതുണ്ടായിരിക്കും. നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് എല്ലാവരുടെ കയ്യിലും പ്രദർശനത്തിൻ്റെ സമയത്ത് ആ മെഴുകുതിരി ഉണ്ടായിരിക്കണമെന്നുകൂടെ ഓർമ്മിപ്പിക്കുകയും മെഴുകുതിരിയുടെ കവറും ഉണ്ടായിരിക്കണമെന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നാളെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട യൂണിറ്റിലെ അംഗങ്ങൾ, അതായത് ആമുഖം വായിക്കുന്നത്, ബൈബിൾ വായന വായിക്കുന്നവർ, വിശ്വാസികളുടെ പ്രാർത്ഥന വായിക്കുന്നവർ എന്നിവരും, അതുപോലെ തന്നെ നാളെ ഇവിടെ അൾത്താരയിൽ സഹായിക്കുന്ന അൾത്താര ബാലകരും പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കേണ്ടതാണ്. പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാവൂ എന്നിവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നാളെ കൂടുതൽ ശക്തിയോടുകൂടെ ക്രമീകരണം നടത്തുവാനും എല്ലാവരും ഒരുമിച്ച് വരുവാനുമുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണെന്ന് കരുതി എല്ലാവരും മാറി നിൽക്കരുത്. എല്ലാവരും കൃത്യമായിട്ട് 6 മണിക്ക് തന്നെ ദിവ്യബലിക്ക് കണക്കായിട്ട് ഇവിടെ എത്തിച്ചേരണം. സാധിക്കുന്നവർ നേരത്തെ തന്നെ വന്ന് ജപമാലയിൽ പങ്കുചേരണമെന്നിവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. നന്ദി.
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.